മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തിൽ പലയിടത്തും ഇടം പിടിച്ചിട്ടുള്ള, ഒരുപക്ഷെ ആവർത്തിച്ച് നമ്മൾ വായിച്ചിട്ടുള്ള മനോഹരമായ ഒരു വചനം. നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ വചനം കിടപ്പുണ്ട്. പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരും ആകും. സുവിശേഷത്തിൽ പലയിടത്തും വളരെ പ്രത്യേകമായി നമ്മളെ ഉരസി പോകുന്ന വചനമാണിത്. പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. അത് ഒരുപക്ഷെ ദൈവത്തിനു മുമ്പിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമാണത്. മുൻപിൽ നിൽക്കുന്നവൻ പിൻപിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച. പിൻപിൽ ഒരു കാലത്തും മുൻപിൽ വരില്ല എന്ന് മനുഷ്യൻ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഇടത്ത് അവൻ മുൻപിലാകുന്ന അത്ഭുത കാഴ്ച. ഇതെങ്ങനെ സംഭവിക്കും? ഇത് ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ്. സ്നേഹ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ മുൻപിലാകാനുള്ള ഒരു വെപ്രാളം, ഒരു ശ്രമം, ബോധപൂർവമായ ശ്രമം നാം ഏവരും എടുക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ പിൻപിൽ നിൽക്കുന്നവനെ മുൻപിലാക്കാൻ തമ്പുരാൻ അറിയാം. വെട്ടിപ്പിടിക്കാനും ആക്രമിക്കാനും മുമ്പിൽ നിൽക്കുന്നവനെ തകർക്കാനുമുള്ള നമ്മുടെ ശ്രമങ്ങളെ ഒന്ന് മാറ്റിവെക്കാം. ദൈവം നിന്നെ മുൻപിലെത്തിക്കും. പിൻപിലായി പോയി എന്നുള്ള ഒരു പരാജയവും ആ പരാജയത്തിനൊത്ത നൊമ്പരവും ഹൃദയവേദനയും ഒന്നും വേണ്ട. നിന്നെ മുൻപിലെത്തിക്കാൻ തമ്പുരാൻ അറിയാം. കാത്തിരിക്കുക. ദൈവം നിന്നെ സാവധാനം മുൻപിലേക്ക് എത്തിച്ചു കൊടുക്കും. ജീവിതത്തിൻ്റെ പരാജയത്തിന് ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് നിനക്കറിയില്ല. മുൻപിലേക്ക് പോകാനുള്ള ഇന്ധനം തീർന്നുപോയതുപോലെ ജീവിതം പകച്ചു നിൽക്കുന്ന അനുഭവത്തിലാണോ ദൈവവേദന? നീ ഒരുപക്ഷെ ഇനി ഒരു ഉത്ഥാനം ഉയർപ്പും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന അനുഭവത്തിലാണോ നീ അവിടെ നിന്ന് മുൻപന്തിയിലെത്തുമെന്നത് വചനത്തിൻ്റെ വാഗ്ദാനമാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 16-ാം വാക്യം. നീ അത്ഭുത കാഴ്ച കാണും. പ്രിയമായതിരെ, നിന്റെ ജീവിതത്തിൽ ഈ ഒരു വചനം മാംസം ധരിക്കുന്ന ദിനങ്ങൾ മുമ്പിലുണ്ട് എന്ന് വിശ്വസിക്കാമോ? ഈ പ്രഭാതത്തിൽ ഈ വചനം ആവർത്തിച്ച് കർത്താവേ, പിൻപിലായിരിക്കുന്ന എന്നെ മുൻപിലെത്തിക്കുന്ന ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നീ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഈ ഒരു അനുഭവത്തിൽ പരസ്യമായി മുൻപിൽ വരുന്നൊരു ദിനം നീ കാണും. മകളെ വിശ്വസിക്ക്. ദൈവവചനമാണ്. സ്വർഗം ഇടപെടും. നീ മുൻപിലെത്തുക തന്നെ ചെയ്യും. പരാജയം എന്നത് ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റപ്പെടും. ആമേൻ.